ഓണക്കാലത്ത് മലയാളി യാത്രക്കാർക്ക് ആശ്വാസവുമായി എത്തിയിരിക്കുകയാണ് റെയിൽവേ. ഓണാഘോഷ യാത്രാ തിരക്ക് കുറയ്ക്കാൻ ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് പ്രത്യേക തീവണ്ടി അനുവദിച്ചിരിക്കുകയാണ്. എഗ്മോർ മംഗളൂരു, ചെന്നൈ സെൻട്രൽ, കൊല്ലം, താമ്പരം, തിരുവനന്തപുരം എന്നീ റൂട്ടുകളിലാണ് പ്രത്യേക തീവണ്ടികൾ അനുവദിച്ചത്. തീവണ്ടികളിലേക്കുള്ള റിസർവേഷൻ ഇന്നു മുതൽ ആരംഭിച്ചിട്ടുമുണ്ട്. മംഗളൂരു സെൻട്രൽ ചെന്നൈ എഗ്മൂർ മംഗളൂരു സെൻട്രൽ പ്രതിവാര സ്പെഷ്യൽ. മംഗളൂരു സെൻട്രലിൽ നിന്ന് ജൂലൈ 13, 20, 27, ഓഗസ്റ്റ് 3, 10, 17, 24, 31 ദിവസങ്ങളിൽ, അതായത് തിങ്കളാഴ്ചകളിൽ വൈകിട്ട് 4 തിരിക്കുന്ന തീവണ്ടി പിറ്റേന്ന് രാവിലെ 10:55 എഗ്മോറിലെത്തും. തിരിച്ച് ചെന്നൈ എഗ്മോറിൽ നിന്ന് ജൂലൈ 14, 21, 28, ഓഗസ്റ്റ് 4, 11, 18, 25, സെപ്റ്റംബർ 1 തീയതികളിൽ ഉച്ചയ്ക്ക് 2 പുറപ്പെടുന്ന പ്രത്യേക തീവണ്ടി പിറ്റേന്ന് രാവിലെ 8:40 മംഗളൂരുവിലെത്തും. 2 2 ടിയർ, 8 3 ടിയർ, 6 സ്ലീപ്പർ കോച്ചുകൾ എന്നിവയുമുണ്ടാകും. 4 ജനറൽ കോച്ചുകളുമുണ്ട്. പെരമ്പൂർ, ആർക്കോണം, കാട്ട്പാടി, ജോലാർപേട്ട, സേലം, ഈറോഡ്, തിരുപ്പൂർ, പോത്തന്നൂർ, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, തലശ്ശേരി, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുകൾ ഉണ്ടാകും. ചെന്നൈ സെൻട്രൽ കൊല്ലം, ചെന്നൈ സെൻട്രൽ പ്രതിവാര എക്സ്പ്രസ് സ്പെഷ്യൽ. അടുത്തത് ചെന്നൈ സെൻട്രൽ കൊല്ലം, ചെന്നൈ സെൻട്രൽ പ്രതിവാര എക്സ്പ്രസ് സ്പെഷ്യൽ. ചെന്നൈ സെൻട്രലിൽ നിന്ന് ഓഗസ്റ്റ് 12, 19, 26, സെപ്റ്റംബർ 2 തീയതികളിൽ വൈകിട്ട് 3:10 തിരിക്കുന്ന പ്രത്യേക തീവണ്ടി പിറ്റേന്ന് രാവിലെ 7:20 കൊല്ലത്തെത്തും. കൊല്ലത്ത് നിന്ന് ഓഗസ്റ്റ് 13, 20, 27, സെപ്റ്റംബർ 3 തീയതികളിൽ രാവിലെ 10:40 പുറപ്പെടുന്ന തീവണ്ടി പിറ്റേന്ന് രാവിലെ 3:30 ചെന്നൈ സെൻട്രലിലെത്തും. 16 AC 3 ടിയർ എക്കോണമി കോച്ചുകളാണ് ഉണ്ടാവുക. പെരമ്പൂർ, ആർക്കോണം, കാട്ട്പാടി, ജോലാർപേട്ട, സേലം, ഈറോഡ്, തിരുപ്പൂർ, പോത്തന്നൂർ, പാലക്കാട്, തൃശൂർ, ആലുവ, എറണാകുളം ടൗൺ, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും. അടുത്തത് തിരുവനന്തപുരം സെൻട്രൽ, താമ്പരം, തിരുവനന്തപുരം സെൻട്രൽ പ്രതിവാര സ്പെഷ്യൽ. തിരുവനന്തപുരത്ത് നിന്ന് ഓഗസ്റ്റ് 12, 19, 26, സെപ്റ്റംബർ 2 തീയതികളിൽ വൈകിട്ട് 3:45 തിരിക്കുന്ന പ്രത്യേക തീവണ്ടി പിറ്റേന്ന് രാവിലെ 10 താമ്പരത്തെത്തും. വർക്കല, കൊല്ലം, കൊട്ടാരക്കര, പുനലൂർ, ചെങ്കോട്ട, തെങ്കാശി, ശിവകാശി, വിരുധുനഗർ, മധുര, തിരുച്ചിറപ്പള്ളി, വിഴുപുരം, ചെങ്കൽപ്പെട്ട് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും. താമ്പരത്ത് നിന്ന് ഓഗസ്റ്റ് 13, 20, 27, സെപ്റ്റംബർ 3 തീയതികളിൽ ഉച്ചയ്ക്ക് 2 പുറപ്പെടുന്ന തീവണ്ടി പിറ്റേന്ന് രാവിലെ 7:15 തിരുവനന്തപുരത്തെത്തും. 2 2 ടിയർ, 4 AC 3 ടിയർ, 6 സ്ലീപ്പർ കോച്ചുകൾ എന്നിവയുണ്ടാകും. ഓണം സീസണോടനുബന്ധിച്ച് കേരളത്തിലേക്ക് 100-ലധികം പ്രത്യേക ട്രെയിനുകൾ ഓടിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരുന്നു. സ്പെഷ്യൽ ട്രെയിനുകളുടെ പട്ടിക താമസിയാതെ പ്രസിദ്ധീകരിക്കുമെന്നും അറിയിച്ചിരുന്നു. BJP സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടിയെന്നും മന്ത്രി പറഞ്ഞു. പുരി രഥയാത്രയോടനുബന്ധിച്ച് 300 പ്രത്യേക ട്രെയിനുകൾ ഓടുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. ഉത്സവ സീസണിലെ യാത്രാ തിരക്ക് പരിഹരിക്കാനും യാത്രക്കാരുടെ സൗകര്യങ്ങൾക്കും വേണ്ടിയാണ് പ്രഖ്യാപനമെന്നും മന്ത്രി വ്യക്തമാക്കി. ഒഡീഷയിൽ പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ച് സംസാരിക്കവെയായിരുന്നു അശ്വിനി വൈഷ്ണവിന്റെ പ്രഖ്യാപനം. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലേക്കുള്ള ട്രെയിൻ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനായി റൂട്ട് വിപുലീകരണവും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ഭുവനേശ്വറിൽ നിന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് മറ്റിടങ്ങളിലെ റൂട്ട് വിപുലീകരണത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചത്. അതേസമയം കേരളത്തിൽ പുതുമോടിയിൽ നിർമ്മിച്ച കവാടങ്ങളും ഉയരം കൂട്ടി നിർമ്മിച്ച വീതിയുള്ള പ്ലാറ്റ്ഫോമും ലിഫ്റ്റ്, എക്സലേറ്റർ സൗകര്യങ്ങളുമായി 5 റെയിൽവേ സ്റ്റേഷൻ കെട്ടിടങ്ങൾ ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ്. പ്രാദേശിക സ്റ്റേഷനുകളുടെ നവീകരണത്തിനുള്ള അമൃത് ഭാരത് പദ്ധതിയിൽപ്പെടുത്തി നവീകരിച്ച പരപ്പനങ്ങാടി, തിരൂർ, തലശ്ശേരി, ഫറോക്ക്, നിലമ്പൂർ റോഡ് സ്റ്റേഷൻ കെട്ടിടങ്ങളാണ് ഔദ്യോഗികമായി തുറക്കുന്നത്. ഉദ്ഘാടനം ഈ മാസം തന്നെ നടന്നേക്കും. ഫറോക്ക് ഉൾപ്പെടെ പല സ്റ്റേഷനുകൾക്കും ഇത് സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചിട്ടില്ല. 16 സ്റ്റേഷനുകളാണ് 435 കോടി ബജറ്റ് വരുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ നവീകരിക്കുന്നത്. ഇതിൽ വടകര, മാഹി, ഷൊർണൂർ ജംഗ്ഷൻ, കുറ്റിപ്പുറം, പൊള്ളാച്ചി ജംഗ്ഷൻ സ്റ്റേഷൻ കെട്ടിടങ്ങൾ കഴിഞ്ഞ മാസങ്ങളിൽ തുറന്നുകൊടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.